കോട്ടക്കൽ നഗരസഭയിലെ പണിക്കർകുണ്ടിൽ നിന്ന് വിജയിച്ച് കോട്ടക്കൽ നഗരസഭയിലെ CPMലെ കരുത്തനായി ഒരു കൗൺസിലറായി മാറിയ ഹനീഫ കഴിഞ്ഞ ദിവസം അദ്ദേഹം CPM പാളയം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ആ ചേക്കേറാനുണ്ടായ കാരണം എന്താണ്? നമ്മളോട് തുറന്ന് സംസാരിക്കുകയാണ് ഹനീഫ. വർഷങ്ങളായി CPMൻ്റെ കൂടെ നിന്ന് ഒരു കൗൺസിലറായി കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായ പോരാട്ടങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരെ നയിച്ച ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്കുള്ളൊരു ചേക്കേറ്റം എന്താണ് അതിന് നയിച്ചൊരു സാഹചര്യം? വർഷങ്ങളോളം എന്ന് പറയുമ്പോൾ CPM SFI കാലം തൊട്ട് ഞാൻ CPMൽ പ്രവർത്തിക്കുന്ന ആളാണ്. പെട്ടെന്നുണ്ടായ ഒരു സുപ്രഭാതത്തിലെടുത്തൊരു തീരുമാനമല്ല. 2-3 വർഷക്കാലമായിട്ട് 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. മാനസികമായിട്ട് വലിയ പ്രയാസത്തിലായിരുന്നു. പ്രധാനമായി എൻ്റെ വിഷയം ഞാൻ സംഘടനാ രീതിയിലൂടെ പ്രവർത്തന രംഗത്തെത്തുന്നതിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ CPMൻ്റെ ആളായി വന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ സമീപിക്കുന്ന സമയത്ത് ജനങ്ങൾക്കത് എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയാസം കുറച്ച് കാലങ്ങളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ പാർട്ടി CPMൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരോട് പല രീതിയിലായിട്ട് എൻ്റെ പ്രയാസങ്ങളും ഞാൻ വന്നിട്ടുള്ളത് പണിക്കരുകുണ്ട് ഡിവിഷൻ 16 എന്നാണ്. പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ. വലിയ മുതലാളിമാരോ പണക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഒരു ഇതിലൊക്കെ കർഷകരും സാധാരണ കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുമാണ്. അവർ എല്ലാ വിഷയത്തിനും എന്നെ സമീപിക്കാറുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും എന്നെ സമീപിക്കാറുണ്ട്. അതനുസരിച്ച് എനിക്ക് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് കാലമായിട്ട് ഈ പാർട്ടിയിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ എന്താ ഇതിന് പറയുക, ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചതാണ്, ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ഞാൻ എങ്ങനെ എന്തായിത്തീരും, അല്ലെങ്കിൽ നമ്മൾക്ക് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനൊന്നും എനിക്ക് പറ്റാത്ത രീതിയിൽ ഞാൻ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു തീരുമാനമല്ല. ഒരു 2023 തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടും പല രീതിയിൽ നമുക്ക് ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും നമുക്കുണ്ടാകാവുന്ന സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി നേതാക്കന്മാരൊന്നും എന്നെ ആ ഒരു രീതിയിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഇയാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അംഗീകാരം ഉണ്ടോ, അല്ലെങ്കിൽ പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഒക്കെ അതൊരു അതിലൊന്നും വലിയ കഴമ്പില്ല കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള തടയപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാനസികമായിട്ട് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസത്തിൻ്റെ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് ഒരു കുത്തക മണ്ഡലമാണ് ഹനീഫക്ക പിടിച്ചെടുത്തത്. എന്നിട്ട് പോലുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ അതിനൊരു യോജിപ്പ്, അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നില്ല പാർട്ടി എന്ന് തന്നെയാണോ അതിനോ പൊരുള്? അതെ, അതായത് നമ്മൾക്ക് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്. ഞാനൊരു CPMൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ഒരു കൗൺസിലർ. നമ്മളെ വാർഡിൽ പ്രധാനമായിട്ടും ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പാവങ്ങളെ ഒരു റേഷൻ കട എൻ്റെ ഒരു സ്വപ്നമാണത്. ആ വാർഡിൽ SC കുടുംബങ്ങൾ, ഒരു പാടി SC കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു വാർഡാണല്ലോ. അവിടെ അവർക്കൊരു റേഷനരി, അവർക്ക് സർക്കാർ കൊടുക്കുന്ന അരി വാങ്ങാൻ പോകാൻ അവർക്ക് 150 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഒന്നുകിൽ അവർ കാവതികളത്ത് വരണം, അല്ലെങ്കിൽ കോട്ടക്കൽ എന്തിനൂടെ ഗുണം പോകണം. അപ്പോൾ നമ്മൾക്ക് ഫ്രീ ആയിട്ട് സർക്കാർ കൊടുക്കുന്ന റേഷനരി വാങ്ങാൻ വേണ്ടിയിട്ട് 150 ഉറുപ്പ്യ എങ്ങോട്ടും 150 അങ്ങനെ 300 രൂപ ആ അരിൻ്റിലേറെ പൈസ വരുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചതിൽ തെറ്റില്ലല്ലോ. എനിക്ക് അവിടെ ആ വാർഡിലൊരു അല്ലാതെ പ്രാദേശികമായിട്ട് ഒരു പ്രശ്നങ്ങളും CPMൻ്റെ ഭാഗത്തുനിന്ന് ബാധിച്ചിട്ടില്ല എന്നാണോ? ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയെ ബോധിപ്പിച്ചപ്പോൾ പാർട്ടി ഒരു അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നാണോ? കാരണം പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി അതെ, അതൊരു ഘടകമാണല്ലോ. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കൗൺസിലിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുന്നെങ്കിൽ നഗരസഭയുമായിട്ടില്ലെങ്കിൽ ലീഗുമായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു
എന്താ പറയുക ഒരു രാവ് നേരെ മറുകണ്ഠം അല്ലെങ്കിൽ UDF പാളയത്തിലേക്ക് പോകുന്നത് അത് എത്ര കണ്ട് ഈ പ്രത്യേകിച്ച് CPM അണികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? CPM അണികൾക്ക് എന്നെ അറിയാലോ, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാനൊരു CPM പ്രവർത്തകനായിട്ട് ജനനം മുതലേ എന്ന് തന്നെ പറയാം. 10-30 വർഷമായിട്ട് എൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്കായി എന്നല്ലാതെ CPM ഒരു പ്രവർത്തകനായിട്ട് നടന്ന എനിക്കും മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ആരും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ CPM എടുക്കുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും ഇപ്പോൾ ഇന്നലൊക്കെ നമ്മുടെ വാർഡിൽ കുറച്ച് ഇപ്പോൾ നമ്മൾ പോയത് കൊണ്ട് ഒരു നേതാക്കന്മാരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ട് 1.5 വർഷമായിട്ട് മെമ്പർഷിപ്പ് പോലും പുതുക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഇന്നലെ മന്ത്രിൻ്റെ കൂടെ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പോക്ക് പോയാൽ പറ്റില്ല, ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളാവും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പോയപ്പോൾ ഞാനിപ്പോൾ CPM പടിയിറങ്ങി, അപ്പോൾ പണിക്കരുണ്ടിൽ വരെ പാർട്ടി ഓഫീസിൽ ആൾ വരവ് തുടങ്ങി. പാർട്ടി മെമ്പർമാരല്ലാത്തവർ പോലും അവിടെ ചുറ്റിപ്പറ്റി കൂടൽ തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലായിടത്തും ആൾക്കൂട്ടങ്ങളൊക്കെ കൂടൽ തുടങ്ങി. അപ്പോൾ അത് ഒരു ഇവർക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു, പൊതുവേ താങ്കൾ ഉൾപ്പെടെ മുമ്പ് പറഞ്ഞിരുന്നു. കാരണം വാർഡ് വിഭജനം മാസങ്ങൾ ഇന്നൊന്നും പറയാനില്ല, ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇവിടെ വാർഡ് വിഭജനം വരെ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട് വെട്ടിയപ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ CPM കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഇതിൽ പ്രാദേശിക നേതൃത്വം ഇതിൽ ഇടപെടാറുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഈ പ്രാദേശിക നേതൃത്വം ഇടപെടുമ്പോൾ മേൽഘടകം മുകളിൽ നിന്നുള്ള കർശനമായിട്ടുള്ള പരിശോധന ഇതിൽ വേണമല്ലോ. അതുണ്ടാവാത്തതിൻ്റെ കാരണം ഇവിടെ CPM വേണ്ട രീതിയിൽ ഒരു പ്രവർത്തന മേഖലയുമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മുകളിലുള്ളവർക്ക് തോന്നിയിട്ടാണോ എന്തോന്ന് അറിയില്ല. ഏത് വിഷയമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും വേണ്ട രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അത് അവിടേക്ക് വേണ്ടതാണ് അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാറില്ല. അത് ഇവിടുത്തെ നേതാക്കന്മാരെ പോരായ്മയാണോ എന്തോ എനിക്കറിയില്ല. ഒരുപാട് ആരോപണങ്ങൾ നഗരസഭയ്ക്കെതിരെ കഴിഞ്ഞ 5 വർഷക്കാലം ഉന്നയിച്ചു. അതങ്ങ് എന്താ പറയുക കുമിള പോലെ അതിനൊരു തുടർ പ്രക്ഷോഭമോ അല്ലെങ്കിൽ തുടർ നടപടിയോ CPM അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം ഈ കൗൺസിലിൽ ഇത് കഴിഞ്ഞു, പിന്നെ അടുത്ത കൗൺസിൽ എന്തെങ്കിലും ഉണ്ടായാലായി ആ ഒരു നിലപാടാണ് കൗൺസിലർമാർ CPM ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരുണ്ട്. എന്താണ് അതിൻ്റെ ഇനി തുറന്നു പറയാലോ, എന്താണ് അതിനൊരു കൃത്യമായ ഒരു കൂടിയാലോചനയോ അല്ല എങ്കിൽ തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനോ ഒന്നും ഒരു കൂട്ടായ്മ നിങ്ങളുടെ കൗൺസിലർമാർക്കിടയിലോ അല്ല എങ്കിൽ പാർട്ടി നേതൃത്വത്തിനോ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ? അത് കറക്റ്റാണ്. പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ എടുക്കേണ്ട പാർട്ടി സംവിധാനത്തിലൂടെ കൗൺസിലർമാരെ വിട്ടില്ല, അല്ലെങ്കിൽ കൗൺസിലർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പാർട്ടി കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എതിർക്കേണ്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൗൺസിലാണ് ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുക, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി അല്ലെങ്കിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാൽ പ്രതിപക്ഷ കൗൺസിലർമാർ എന്നുള്ള വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുക. പക്ഷേ കണ്ടിന്യൂഷൻ ചെയ്യേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടി മുന്നിൽ നിന്നിട്ട് വേണം ഈ കൗൺസിലർമാർ, അല്ലാതെ കൗൺസിലർമാർ മാത്രം പോയിട്ട് എവിടെ എത്തല്ലേ. പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടിയാണല്ലോ, പാർട്ടിക്ക് അതീതാണ് എല്ലാവരും. കൗൺസിലറായി എന്നുള്ളത് കൊണ്ട് കൗൺസിലർ മേലെയും പാർട്ടി താഴെയല്ല, പാർട്ടിയാണ് ഇത് കംപ്ലീറ്റ് നോക്കേണ്ടത്. പക്ഷെ അതിനൊരു എന്താ പറയുക ഒന്നിച്ചുള്ളൊരു യാത്ര ഉണ്ടായില്ല എന്ന് തന്നെയാണ്. ഒന്നിച്ചുള്ളൊരു യാത്ര ഉണ്ടായിട്ടില്ല. അത് ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. 9 കൗൺസിലർമാർ കഴിഞ്ഞ പ്രാവശ്യം 10 കൗൺസിലർമാരായി, പിന്നെ അത് 9 ആയി. ആ 9 കൗൺസിലർമാർ ആദ്യ പടിയിലൊക്കെ കുറച്ചൊക്കെ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ പ്രധാനമായിട്ട് തന്നെ കൗൺസിലർമാർ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോഴും പല രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റുള്ളൊരു കാര്യമാണ് ഒരു പ്രീ കൗൺസിൽ കൂടുക എന്ന് പറഞ്ഞാൽ. ഒരു കൗൺസിൽ നടക്കുമ്പോൾ അതിൽ പല രീതിയിൽ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയം പല വിഷയങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും. ഇതിൽ പാർട്ടി തീരുമാനം നടപ്പാക്കാനാണ് കൗൺസിലർമാർ കയറിപ്പോകുന്നത്. ഇത് പ്രീ കൗൺസിൽ നമ്മൾ കൂടിയിട്ട് കുറേ കാലമായി. പ്രീ കൗൺസിൽ കൂടിയാൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള പാർട്ടി സംവിധാനത്തിൽ കൂടിയുള്ള ഒരു കാര്യമൊന്നും നടക്കാറില്ല. കറക്റ്റായിട്ട് പാർട്ടി ഇടപെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ SC-കളുടെ കടമുറിയുമായി ബന്ധപ്പെട്ട് കണ്ട് എടുത്ത തീരുമാനം. ആദ്യം എടുത്ത തീരുമാനം ഇവർക്ക് കൊടുക്കാമെന്നും രണ്ടാമത് അത് പാർട്ടി തിരുത്തിയത് മേൽഘടകം കറക്റ്റായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് അതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ ആളാണ് ഞാൻ. SC-ക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള
പിന്നെ വാടക അനുസരിച്ച് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിർദ്ദേശം എടുത്ത ഒരു കൗൺസിലറാണ് ഞാൻ. ആ നിർദ്ദേശം അംഗീകരിക്കാതെ പാർട്ടി തീരുമാനം അതല്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട് താഴെ തട്ടിലുള്ള പിന്നെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ പിന്നെ ആ വഴിക്ക് പോയപ്പോഴാണ് മുകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇടപെട്ടിട്ട് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, SC-കാരത്തിന് ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പിന്നെ പിന്നെ പ്രാദേശിക നേതൃത്വം സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത കൗൺസിലിൽ അതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ കൂടെ തന്നെ ബാക്കിലുള്ള സപ്പോർട്ട് നൽകുന്നു എന്നാണ് പറഞ്ഞതിന്റെ പൊരുള്. അല്ല, അങ്ങനെ ആവില്ല. ഓരോരോ കാഴ്ചപ്പാടായിരിക്കും പാർട്ടിയുടെ കാഴ്ചപ്പാട്. പാർട്ടി അല്ല, കാരണം ചില വ്യക്തികളാണ് ഇതിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പാർട്ടി മുഴുവനായിട്ട് എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. വെച്ചാൽ കോട്ടക്കലിൽ CPM നല്ല കനത്ത വിഭാഗീയതയാണെന്ന് സോഷ്യൽ മീഡിയയിലായാലും പുറത്തും പറയുന്നത് കൃത്യമായ കാര്യമല്ലേ? അല്ല, അത് നിങ്ങൾ പിടിക്കല്ലേ ഇപ്പം പറ്റുള്ളൂ. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എന്തായാലും വിഭാഗീയതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കാര്യം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന മാതിരിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാർട്ടി തീരുമാനമാണെന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനമാണ് നമ്മുടെ ജോലി. പാർട്ടി അത് പിന്നെ തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും. ആ തെറ്റ് അവർ പിന്നെ തിരുത്തിയല്ലോ. പിന്നെ അത് ഇപ്പോൾ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് CPM എന്ന പാർട്ടി എടുത്തിട്ടുള്ളത്? എന്ന് വെച്ചാൽ പല പല വാർഡുകളും എന്താ പറയുക മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി കൃത്യമായി കട്ട് ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി എന്ത് നിലപാടാണ് എടുത്തത്? ഇവിടെ പ്രാദേശിക നേതൃത്വമില്ലേ? ആ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പോരായ്മയായിരിക്കും അതിലെന്തെങ്കിലും പിന്നെ അതായത് നമ്മൾ പ്രാദേശിക നേതൃത്വം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാദേശിക നേതൃത്വം ഒരു ഇടപെടൽ, ചെറുതായിട്ടൊരു ഇടപെടൽ നടത്തിയാൽ പോരല്ലോ. അതും പിന്നെ അത് ക്ലിയർ ആകുന്നത് വരെ അതിൻ്റെ പിറകിലുണ്ടാവണമല്ലോ. അപ്പോഴാണല്ലോ അത് ഇപ്പോൾ ഇവർ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് വെട്ടിമുറിച്ച് ഒക്കെ ആവുമ്പോൾ പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ സന്ദീപ് പറഞ്ഞ മാതിരി തന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷനും ഭരണം LDF-ൻ്റെ കയ്യിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ട് ന്യായമായ രീതിയിൽ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കാണ്. അത് പാർട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മ പാർട്ടിക്കാണ്, കൗൺസിലർമാർക്കല്ലേ. ഇപ്പം ഈ അവസാനം വെച്ച് മുഖം മിനുക്കുന്ന ഒരു നിലപാടാണോ പാർട്ടി സ്വീകരിക്കുന്നത്? കാരണം ഈ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷത്തിൽ നിൽക്കുന്ന നേരത്ത് ഇനി എന്തെല്ലെങ്കിലും തട്ടിക്കൂട്ടി എടുക്കാമെന്നാണോ ഇപ്പൊ പാർട്ടി ഉദ്ദേശിക്കുന്നത്? എന്തോ എനിക്കറിയില്ല. അങ്ങനെ 35 വാർഡുണ്ട്. അല്ല, അതെ, 35 വാർഡിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ. ഞാനിപ്പോൾ എന്തായാലും CPM പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനി അവരെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഇന്നലെ പോന്നിട്ടുള്ളൂ. കാരണം അതുവരെ കാരണം ഒരു പായൽ കിടന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എന്ത് കാര്യത്തിനും മുൻപന്തിയിൽ കൊടി പിടിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് താങ്കൾ. അതിൽ വേണ്ട രീതിയിൽ ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ രീതിയിലേക്ക് പോകുന്നില്ല. ജനങ്ങളെ താഴെ തട്ടിലുള്ള ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഒരു വാർഡിൽ നമ്മൾ ഇലക്ഷൻ്റെ അന്ന് പോയിട്ട് നമ്മൾ പ്രവർത്തിച്ചാലാകും എന്ന് തോന്നുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതിന് ഉദാഹരണമാണ് താങ്കളുടെ വിജയം ലീഗിന്റെ. കാരണം ഞാൻ ആ കാലങ്ങളൊക്കെ നോക്കിക്കണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ കൃത്യമായി ഒരു വാർഡിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടാണ് താങ്കൾ മത്സരിക്കുകയും മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തത്. ആ ഒരു പരിഗണന പോലും പാർട്ടി തന്നില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സാഹചര്യം അല്ലെങ്കിൽ ഈ മുഴുവൻ പാർട്ടിയെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഈ പ്രാദേശിക നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയല്ലേ അത്? പാർട്ടി നേതൃത്വം ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങൾ മോൾ ഘടകത്തിൽ അവർക്കത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രയാസം തന്നെയാണ്. നമ്മളങ്ങനെ പറയാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് സഖാക്കൾ ഇതിൽ പ്രയാസപ്പെട്ടിട്ട് പാർട്ടി സംവിധാനം, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ നെഞ്ചോടേറ്റി നടക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. അപ്പോൾ ഈ സഖാക്കളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാർട്ടിയെ സംരക്ഷിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങളായിട്ട് മുന്നോട്ട് നേതാക്കന്മാർ ചിലരെങ്കിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടക്കൽ പോലുള്ള ഒരു പ്രദേശത്ത് പാർട്ടി ഈ രീതിയിലോട്ട് ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുമായി നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയിൽ പല വിഷയങ്ങളിലും സമരം ചെയ്ത് പോകേണ്ട ഒരു പാർട്ടിയാണല്ലോ. ഒറ്റയാൾ സമരം വരെ കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷെ CPM അതിന് പോലും മുഖം തിരിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതേതാ ഒറ്റയാൾ സമരം? ഒരു കുട്ടിയെ നായ കടിക്കുന്നതുമായി അതിലൊക്കെ CPM അല്ല, ഒറ്റയാൾ CPM അല്ല,
പൂർണ്ണമായി CPM സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻഡിവിജ്വൽ വ്യക്തി ഒരു സമരത്തിന് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് CPM മുൻകൈയെടുത്ത് ആ സമരത്തിന് നേതൃത്വം നൽകിയില്ല? അതുപോലും CPM ഒരാൾ വന്നുമ്പോൾ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യല. വലിയൊരു പാർട്ടി എന്തുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് അത് സ്വന്തം ഏറ്റെടുക്കാവുന്ന കാര്യം കൂടിയായിരുന്നു. അതിന് പോലും തിരിഞ്ഞ് നോക്കിയില്ല എന്നതാണ് എന്താ പറയുക, കാണാൻ കഴിയുന്ന സാഹചര്യം. അല്ല, അതിലിപ്പോൾ നമ്മൾ CPM അങ്ങനെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം CPM ആ കുട്ടിയുടെ രക്ഷിതാവ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു കക്ഷി മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ അവിടെയുള്ള സെക്രട്ടറി നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കക്ഷി അവിടെ സമരത്തിനെത്തുന്നത്. എത്തുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇയാൾ ആ സമയത്ത് പോയിട്ട് വന്നിട്ട് ഇവിടെ CPM-ന്റെ നേതാക്കന്മാരടക്കം പോയിട്ട് അവർക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഈ നിലപാട് പാർട്ടിക്ക് നേരത്തെ എടുത്തുകൂടാ? കാരണം ആ വ്യക്തി വരുന്നതിന് മുമ്പ് ആ വ്യക്തിയെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്നതല്ലേ ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യത്തിലെ യഥാർത്ഥ സമരം. പ്രത്യേകിച്ചും പാർട്ടി ഇങ്ങനെയല്ലല്ലോ. അല്ല, വീഴ്ചകളുണ്ടാകും. ഇപ്പോൾ അവർ പരിശോധിച്ച് പിന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. തെറ്റുകൾ എവിടെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഈ അവസാന നിമിഷത്തിലോ എന്തുകൊണ്ട് പ്രത്യേകിച്ചും എല്ലാ സമരമുഖത്തിലും മുൻപന്തിയിൽ നിന്നിരുന്നൊരു വ്യക്തിയാണ് താങ്കൾ. ഈ സാഹചര്യത്തിൽ എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള വേർഡുകളാണ് പാർട്ടി ഇവിടെ പൊറാട്ട നാടകം കളിക്കുകയാണ്, മുസ്ലിം ലീഗിന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്, ഇവിടെ കൗൺസിലായാലും മറ്റു കാര്യങ്ങളായാലും അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു താൽക്കാലികമായ കാര്യം മാത്രമാണെന്നാണ് കഴിഞ്ഞ 5 വർഷക്കാലം, ഇനി 1 മാസം കൂടെ ഉള്ളൂ, ഇനി ഡിസംബർ കഴിയുമ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. അപ്പോൾ ഈ 5 വർഷക്കാലം കൃത്യമായി പറഞ്ഞാൽ താങ്കളടക്കമുള്ള 9 കൗൺസിലർമാരും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പൊതുവെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് 100% സത്യമായിരിക്കില്ലേ ഇപ്പോഴത്തെ താങ്കളുടെ ഈ ഒരു രാജിയോടുകൂടി? അല്ല, ഞാൻ രാജിവെച്ചത് മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഒപ്പം കൂടുന്നതിന് വേണ്ടിയിട്ടോ അല്ല മുസ്ലിം ലീഗിനെ സഹായിക്കാനോ എന്നുള്ളതല്ല. അങ്ങനെയാണ് എനിക്ക് മുസ്ലിം ലീഗൊക്കെ പോയാൽ പറയാം. എനിക്ക് മുസ്ലിം ലീഗിൽ നിന്ന് എന്നോട് പിന്നെ പാർട്ടിയിലോട്ട് പോരുന്നൊക്കെ അതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാണ്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നെ കെടുകാര്യസ്ഥതയാണ് ഈ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം ഇവരെ ഒരു ശ്രദ്ധ കമ്മിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ CPM എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ 9 കൗൺസിലർമാർ പല രീതിക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെച്ചെങ്കിൽ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ പാർട്ടിക്ക് അതീത എല്ലാ ആരും എന്ന് പറയുമ്പോഴും ഒക്കെ ഈ പിന്നെ പാർട്ടി വേറൊരു വഴിക്ക്, ഇവിടൊക്കെ മുഖങ്ങളാണ്, എല്ലാവർക്കും മുഖങ്ങൾ. ഞാൻ പഠിച്ചിട്ടുള്ളത് പാർട്ടിൻ്റെ മുഖമാണ്, പാർട്ടിക്കായിരിക്കണം വ്യക്തി താല്പര്യമാണ്. അതെ, ഇവിടെ പിന്നെ ഒരാൾക്ക് ഒരു നേതാവിന് ഓൻ്റെ മുഖം, ഈ നേതാവിന് ഈ മുഖം, ഈ രീതിക്ക് പോയാൽ എങ്ങനെ പാർട്ടി ഉണ്ടാവുക? പാർട്ടി തീരുമാനം നടപ്പാക്കി അതിൻ്റെ രീതിയിലൂടെ പോകുമ്പോഴല്ലേ ആ പാർട്ടിക്ക് അംഗീകാരം അതിൻ്റെതായിട്ടുള്ളത് കിട്ടുള്ളൂ. ഇത് പലരും എനിക്കിഷ്ടമുള്ള രീതിക്ക് ഞാൻ പോവുക, അവർക്കിഷ്ടമുള്ള രീതിക്ക് അവർ പോവുക, അവരോട് യോജിച്ച് നിൽക്കാൻ പറ്റും. അതൊന്നുമല്ല. ഞാൻ എല്ലാത്തിലും എതിർത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിവിടെ പ്രീ കൗൺസിൽ കൂടണം, നിർബന്ധമായിട്ട് പ്രീ കൗൺസിൽ കൂടണം. ആ പ്രീ കൗൺസിൽ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗമാണ് പ്രീ കൗൺസിലിൽ പങ്കെടുക്കേണ്ടത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇനി ആരുമില്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആൾക്കാരാരെങ്കിലും കൂട്ടിയിട്ട് പിന്നെ കർശനമായിട്ട് പ്രീ കൗൺസിൽ കൂടിയിട്ട് ആ നിർദ്ദേശം അവിടെ കൗൺസിലിൽ പറയണം എന്ന് പിന്നെ എപ്പോഴും അതിപ്പോൾ ലോക്കൽ സെക്രട്ടറിക്ക് അടക്കറിയാം, ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് അടക്കറിയാം. അജണ്ടകളൊക്കെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കമ്മിറ്റി കൂടണം, പ്രീ കൗൺസിൽ കൂടണം, പ്രീ കൗൺസിൽ ഇങ്ങനെ അടിയന്തര വിഷയങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, ഐമാസിലേറ്റുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ആ വിഷയമുണ്ട്, ഇങ്ങനെ പലതും, അതുകൊണ്ട് ഇത് കൂടണം എന്നൊക്കെ ഞാൻ ഇവരെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ചുവപ്പ് പാളയത്തിൽ നിന്ന് ആണ് കോൺഗ്രസിലേക്ക് പോകുന്നത്. അതെ. പക്ഷേ UDF സംവിധാനം എന്ന് പറയുമ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ സ്വാഭാവികമായിട്ടും ഇവിടെ മുസ്ലിം ലീഗിന് തന്നെയാണ് കരുത്തമായ അല്ലെങ്കിൽ ശക്തമായ വേരോട്ടവും കരുത്തവും ഉള്ളത്. സ്വാഭാവിക UDF എന്ന് പറയുന്നത് കോട്ടക്കലിനെ സംബന്ധിച്ച് കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്, മുന്നിൽ നിൽക്കുന്നത് ലീഗ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം താങ്കൾ കോൺഗ്രസിൽ ചേക്കേറിയ സാഹചര്യത്തിൽ താങ്കളുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങളൊക്കെ കണ്ടു. അതിലും 99% ലീഗിൻ്റെ പ്രവർത്തകരാണ്, ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ആ പച്ചയോട് ചേർന്ന് ഒരു കൈ കൊടുത്ത് UDF സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
അല്ല, ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ അവർ എന്നെ വിളിച്ചാൽ പിന്നെ സ്വീകരണം ഏർപ്പെടുത്തിയാൽ അതിൽ പോകണമല്ലോ. കാരണം കോൺഗ്രസിൻ്റെ കീഴിൽ ഒരു UDF സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനം ഉണ്ടാകുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസ്സുകാരുടെ അടുത്തു നിന്നാണ് ഞാൻ മെമ്പർഷിപ്പ് വാങ്ങുന്നത്. കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഘടക കക്ഷികളായിട്ട് UDF എന്ന് പറയുന്ന ഒരു UDF സംവിധാനമാണല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വരെ ഏറ്റവും കൂടുതൽ എതിർത്ത മുസ്ലിം ലീഗുമായിട്ടാണ് ഇനി തോളോട് തോൾ ചേർന്ന് നടക്കാൻ പോകുന്നത്. അല്ല, അങ്ങനെയല്ല. അതായത് മുസ്ലിം ലീഗിനോട് കൂടെ തോളോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിനോട് ഞാൻ ചോദിച്ചിട്ട് കോൺഗ്രസ് തീരുമാനം എന്താ വെച്ചാൽ അതാണ് ഞാൻ നടപ്പാക്കുക. അല്ലാതെ മുസ്ലിം ലീഗിന്റെ തീരുമാനമല്ല ഞാൻ നടപ്പാക്കുക. ഞാൻ കോൺഗ്രസ്ക്കാണ് വന്നത്. കോൺഗ്രസിനോട് ചോദിക്കും. കോൺഗ്രസ് ഒരു മാസം കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാഹളം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സാഹചര്യത്തിൽ നേരെ ഇന്നലെ വരെ കൂടെ നിന്നിരുന്ന പാർട്ടിയോടാണ് എതിർക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാകുമോ? മനസ്സിൽ ഇനിയിപ്പോൾ കുറ്റബോധം, അങ്ങനെ ഒരു കുറ്റബോധം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആളാവാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടീൻ്റെ തലപ്പത്ത് എൻ്റെ മുന്നിലുള്ള പ്രശ്നം സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവർക്ക് സന്തോഷവും സമാധാനവും അവരുടെ കൂടെ നിന്നുകൊണ്ട് അത് ഇത്രയും കാലം നിങ്ങൾ പണിക്കരുണ്ട് വാർഡിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആ രീതിക്ക് തന്നെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അല്ലെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് വെച്ചാൽ പാർട്ടിയുടെ എൻ്റെ മുഖം എന്നുള്ള ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ചും UDF എന്നുള്ള സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് വെച്ചാൽ പുതിയ മുഖങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു CPM ലോക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നത്. ഇനി അതിൽ നിന്നും മാറി സാധാരണക്കാരുടെ കൂടെ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. അതിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മെമ്പർഷിപ്പിലോട്ട് ഞാൻ ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് സംവിധാനത്തിലൂടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വരുമ്പോൾ ഉള്ള പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്ന, ഞാൻ എപ്പോഴും ഒരു പാർട്ടിക്ക് അതീതമായി CPMലായപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പാർട്ടി തീരുമാനങ്ങളാണ് ഞാൻ നടപ്പാക്കി, അതിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുള്ളൂ. ഇനി കോൺഗ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ രീതി അത് തന്നെയാണ്. കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറയുന്ന തീരുമാനങ്ങൾ. ഒറ്റ കാര്യം കൂടി, എന്താണ് CPMന് നൽകാനുള്ള ഒരു ഉപദേശം? തെരഞ്ഞെടുപ്പ് അടുത്തായി. എന്താണ് CPM എന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് താങ്കൾക്ക് നൽകാനുള്ള ഒരു മാറി ചിന്തിക്കണം എന്ന തരത്തിൽ എന്താണ് നൽകാനുള്ള ഒരു ഉപദേശം? CPMനെ പറ്റി ചിന്തിക്കാൻ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം. കാരണം ലോക്കൽ കമ്മിറ്റിയാണ് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച വരുത്തിയിട്ടുള്ള എന്ന് താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് ഒരു ഉപദേശം നൽകാനുള്ളത്? CPMനെ സംബന്ധിച്ച് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കോട്ടക്കൽ CPM കേരളത്തിലും വേണം, കോട്ടക്കലിൽ എല്ലായിടത്തും വേണം. CPM ഇല്ലാതെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് CPM നമുക്കിവിടെ വേണം. എന്നാലാണ് എന്താണ് ഈ മതേതരത്വം നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിനെ പോലെ ഇവരെല്ലാവരും വേണം. അപ്പോൾ CPM ഈ നമ്മൾ പറയല ഒരു പഴഞ്ചൊല്ലുണ്ട്, കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ കാണുന്നില്ല. എല്ലാവരും നമ്മൾ മുഖവിലക്കെടുക്കണം. എല്ലാവരും നമ്മൾ പാർട്ടി സഖാക്കളെയും പാർട്ടി കുടുംബങ്ങൾ പാർട്ടിക്ക് ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്കാരൻ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടി നേതാവിൻ്റെ മുന്നിൽ ഒരാൾ വന്ന് ഒരു വിഷയം ബന്ധപ്പെട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി ഒന്ന് ടെലിഫോൺ ചെയ്താൽ എടുത്ത് അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ട് അവരെന്താണ് പ്രയാസങ്ങളൊക്കെ അതൊന്നും കാണാത്ത രീതിയിൽ ടെലിഫോൺ എടുക്കില്ല. ഒക്കെ CPM ആണെന്ന് പറഞ്ഞ് നടക്കുക. ബന്ധങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് പാവപ്പെട്ടവൻ ഈ അടിത്തട്ടിൽ കിടക്കുന്നവൻ ഈ കൊടി കെട്ടാനും ബാൾ പോസ്റ്റ് ഒട്ടിക്കാനും മാത്രം കാണാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ബാങ്കിലോ എവിടെയെങ്കിലും 1-2 ജോലി കിട്ടിയ ആൾക്കാർ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവാതെ സമൂഹമാണ്, പൊതുജനങ്ങളാണ് CPIM എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് കോട്ടക്കൽ ആകെ പരിശോധിച്ചാൽ 300-350 മെമ്പർഷിപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നവരാണ്. ജനങ്ങളെ CPMൽ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ പാർട്ടിയുമായിരല്ല CPMനെ ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ CPMൻ്റെ നേതാക്കന്മാർ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ തിരിച്ചടി അവർക്ക് ഒരു വലിയ ഒഴുക്ക് തന്നെ UDFലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണോ? അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. സന്ദീപ് അങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രയാസത്തിലാക്കണ്ട. ഞാൻ പറഞ്ഞത് എന്താണ്, CPM ഇവിടെ വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് എന്ന് വെച്ചാൽ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. മുമ്പ് 10 ഉണ്ടായിരുന്നു, 9 ആയി. ഇനി 35 സീറ്റിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന്
ഏകദേശം എത്ര സീറ്റ് ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഈ 9 കിട്ടും എന്നുള്ളതെങ്കിലും ഉറപ്പുണ്ടോ? അല്ല, അതിപ്പോൾ ഞാൻ ഐക്യജനാധിപത്യ മുന്നണിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കൂടെ അല്ലേ പ്രവർത്തിക്കുക. ഒറ്റ സീറ്റും കൊടുക്കാൻ പറ്റുന്ന എനിക്കെങ്ങനെ പറയാൻ പറ്റുക? കോൺഗ്രസ്സുകാരനായി വന്നാൽ കാരണം ഇവിടെ വട്ടപൂജ്യം എന്ന നിലയിലേക്ക് CPM എത്തിക്കുക എന്നതാണ് താങ്കളുടെ ഇനിയുള്ള ജോലി. കാരണം UDF അല്ലേ? ആ UDF ആകുമ്പോൾ ആ രീതിക്കല്ലേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് അവർക്കും അറിയാലോ. നമ്മൾക്ക് ഇതിൽ നിന്ന് അതിന് വേണ്ട എന്തും ചെയ്യും. അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യപരമായിട്ടുള്ള പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തകനായിട്ട് അവരെ കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും വേണമല്ലോ. അല്ലാതെ നമുക്ക് രണ്ട് നായായിട്ട് പോകാൻ പറ്റൂലല്ലോ. CPM നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരൊപ്പം കൂടെ ആ നിലപാട് ഞാൻ പണ്ട് എന്ന് വെച്ചാല് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗിനോട് കൂടെ ചേർന്ന് UDF സഖ്യമായി 35 വാർഡിൽ ശക്തമായ പോരാട്ടത്തിന് താങ്കളെ നിയോഗിക്കാൻ മുൻപന്തിയിൽ തന്നെ നിന്ന് നയിക്കാൻ തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. അത് വേണ്ടി വരും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇനി ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒതുക്കി വെച്ചത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറത്തു വിടാനുള്ള ഒരു ആയുധം തന്നെയല്ലേ? അല്ല, ഞാൻ ഇപ്പോൾ CPM നേതാക്കന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, ജ്യേഷ്ഠന്മാരെ മാതിരി ഞാൻ ബഹുമാനിക്കുന്നവരാണ്. എൻ്റെ ആശയം, എൻ്റെ ആദർശം ഞാനൊന്ന് മാറ്റി, ഞാൻ ആരെയും താറടിച്ച് കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഉള്ള വേദനകൾ കൃത്യമായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അതുണ്ടാവും. അത് തീർച്ചയായും ഓരോ കവലകളിലും താങ്കളുടെ പ്രസംഗത്തിൽ അത് കൃത്യമായി ഉണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുമോ? അതിപ്പോൾ 10-15 വാർഡ് ഉണ്ടാകുമ്പോൾ അതിപ്പോൾ UDF രീതിയിൽ, ഐക്യജനാധിപത്യ മുന്നണിൻ്റെ രീതിയിൽ, പിന്നെ കോൺഗ്രസ്സുകാർക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പാടും കൂട്ടി യോജിച്ച് വാർഡ് വിഭജനവും കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു, നറുക്കെടുപ്പൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നതന്നില്ല. അത് ആ സമയം 1 മാസമുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് ആ സമയം വരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം എന്താ വെച്ചാൽ അത് നടപ്പാക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് താങ്കൾക്ക് ഒരു സീറ്റ് വെച്ച് നീട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ UDF മത്സരിക്കാൻ തയ്യാറാണോ? അത് ഞാൻ ഇപ്പം പറയാൻ കഴിയൂല. അത് പാർട്ടി സംവിധാനം, പാർട്ടി ഇപ്പോൾ അതിലേറെ വലിയൊരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ മത്സരിക്കേണ്ടതില്ല. വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലോ അപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ. അത് കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഇപ്പം എന്നോട് എന്താണ് പറയുന്നത് അത് ഏറ്റെടുത്ത് നടക്കുക, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടോ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കോൺഗ്രസ് UDF സഖ്യമാണെങ്കിൽ പോലും ഇവിടെ ശക്തമായ ഒരു മുന്നണിയാണ് മുസ്ലിം ലീഗ്. അത് ആ ഒരു സാഹചര്യത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അതെ, മുസ്ലിം ലീഗിന്റെ നിലപാടായിട്ട് പോകും. കോൺഗ്രസിന്റെ നിലപാടായിട്ട് പോകും. അവർ സംയുക്തമായി എടുക്കേണ്ട തീരുമാനങ്ങൾ സംയുക്തമായിട്ട് എടുക്കും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി വേറൊരു പാർട്ടി തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വേറെയാണല്ലോ, നമുക്കറിയാലോ. പക്ഷെ അവർ ഘടകകക്ഷികൾ UDF സംവിധാനത്തിലുള്ളതാണ്. അത് ചില സമയങ്ങളിൽ ഇലക്ഷൻ പോലുള്ള സമയങ്ങളിൽ അവർ കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവും. അതിൽ കൂട്ടായിട്ട് എന്താണ് അതിൻ്റെ ചെയർമാനും ടീമൊക്കെ പാടി കൂടിയിട്ട് UDF ചെയർമാന്മാരുണ്ടാവും, അവരൊക്കെ പാടി കൂടിയിട്ട് എന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ CPM നേതൃത്വത്തിൽ നിന്ന് ഒരു നല്ലൊരു കൊഴിഞ്ഞുപോക്ക് താങ്കളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയല്ലേ? കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അതൊക്കെ ഇപ്പം ഞാൻ പോയതിപ്പോൾ സന്ദീപ് പോലും അറിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം, നോക്കാം. ഓക്കെ. ഏതായാലും വരും കാലങ്ങളിൽ നല്ലൊരു നേതാവായി സാധാരണക്കാരനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.